السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله العلي العظيم. ബഹുമാനികളായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ സമയങ്ങളിൽ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇബാദത്തുകളിൽ വന്ന പോരായ്മകൾ അല്ലാഹു പരിഹരിക്കട്ടെ. പരിശുദ്ധ റമദാനിനോട് നമ്മൾ എത്ര തന്നെ അമലുകളെ കൊണ്ട് റമദാനിനെ സജീവമാക്കിയാലും നമുക്ക് റമദാനിനോടുള്ള കടപ്പാടും ബാധ്യതയും പൂർത്തിയാക്കിയവരാകില്ല. റമദാൻ അല്ലാഹു നമുക്ക് നൽകി എന്ന നിഅമത്തിന് തിരിച്ചങ്ങോട്ടുള്ള ശുക്റായി നമ്മൾ ചെയ്ത ഒരു ഇബാദത്തും മതിയാകില്ല. ലൈലത്തുൽ ഖദർ അല്ലാഹു നമുക്ക് സമ്മാനമായി നൽകിയതിന് പകരം നമ്മുടെ ഏത് ഇബാദത്താണ് 30 ദിവസത്തെ നോമ്പോ നിസ്കാരമോ മതിയാകുമെന്ന് ആർക്കെങ്കിലും കരുതുന്നുണ്ടോ? ഒരു പ്രതീക്ഷയുമില്ല. നമ്മൾ നിർവഹിച്ച ഇബാദത്തുകൾ തന്നെ എത്ര കണ്ട് സ്വീകരിക്കപ്പെട്ടു എന്ന് പോലും സംശയമാണ്. അല്ലാഹുവിന്റെ ഫള് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അവന്റെ റഹ്മത്തിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവിന്റെ ഫള് കൊണ്ട് റഹ്മത്ത് കൊണ്ട് പോരായ്മകളുള്ള നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിച്ച് അവന്റെ ഫള് കൊണ്ട് നമ്മളെ ഏറ്റെടുക്കട്ടെ. അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ സ്വർഗ്ഗം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയങ്ങളും രാവുകളുമാണ്. ഇനി അവശേഷിക്കുന്ന രാത്രികൾ ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യതയുള്ള രാത്രിയാണ്. നാളത്തെ രാത്രി 25-ാം രാവാണ്. 25-ാം രാവിലെ റമദാൻ 1 വ്യാഴാഴ്ചയാണെങ്കിൽ 25-ാം രാവിലെ ലൈലത്തുൽ ഖദർ കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. 27-ാം രാവാണ് റമദാൻ. 27-ാം രാവാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു നമുക്ക് ആ രാവുകളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. 27-ാം രാവ് കഴിഞ്ഞാൽ തീരുന്ന ഒന്നല്ല റമദാൻ. റമദാനിന്റെ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാവിൽ 29-ാം രാവിന് വലിയ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞ് പെരുന്നാളിന്റെ രാവ്. പെരുന്നാളിന്റെ രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരികയും 12 മണിക്ക് എല്ലാവരും വന്നാൽ തസ്ബീഹ് നിസ്കരിക്കാം. അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഒരു വർഷം ഇബാദത്ത്, ഒരു മാസം ഇബാദത്ത് അല്ലാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി പ്രത്യേകമായി ഇസ്തിഗ്ഫാർ നടത്തുകയും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല പൊറുത്തു കൊടുക്കുന്നു എന്ന് മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് ഹദീസിൽ കാണാം. ആ രാവാണ് പെരുന്നാളിന്റെ രാവ്. പെരുന്നാളിന്റെ രാവും പകലും ഒന്നും നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതല്ല. എല്ലാം ഇതിന്റെ തുടർച്ചയിൽ വരുന്ന ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒന്നാണ്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്, ആഘോഷമാണ്. അത് കണ്ണിന്റെ ആഘോഷമല്ല, ഖൽബിന്റെ ആഘോഷമാണ്. കാഴ്ചകളുടെ അലങ്കാരങ്ങളുടെ ആഘോഷമല്ല, ആത്മീയതയുടെ ആനന്ദമാണ് പെരുന്നാൾ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ദീനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏതൊക്കെ ആനന്ദങ്ങളുണ്ടോ ആകാശങ്ങളുണ്ടോ അതൊക്കെ നോക്കിയാൽ അതിന്റെയൊക്കെ പുറത്ത് നമ്മൾ കാണുന്നത് ആന്തരികമായ ആനന്ദങ്ങളാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലിസ്വാഇബി ഫർഹത്താൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നോമ്പുകാരൻ രണ്ട് ആഘോഷങ്ങളുണ്ട്, സന്തോഷങ്ങൾ. ഏതാ രണ്ട് സന്തോഷങ്ങൾ? ഒന്ന് നോമ്പ് തുറക്കുന്ന നേരത്ത്, മറ്റൊന്ന് ഇൻദ ലിഖാഇ റബ്ബി, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന നേരത്ത്. നോമ്പ് തുറക്കുന്ന നേരത്ത് നമുക്ക് എന്ത് ആഘോഷമാണ്, എന്ത് സന്തോഷമാണ്. അതൊരു ഭൗതികമായ സന്തോഷമല്ല, ഭക്ഷണം കിട്ടുന്നു എന്ന സന്തോഷമല്ല. അത് അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള സന്തോഷം എന്താണ്? ആ സന്തോഷങ്ങളൊക്കെ ആത്മാവിനെ സ്പർശിക്കുന്ന ആനന്ദങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആനന്ദങ്ങളൊക്കെ നോക്കിയാൽ ആത്മാവിനെ സ്പർശിക്കുന്ന ആനന്ദങ്ങളാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഏറ്റവും കൂടുതൽ അനുഭൂതികളെ ആസ്വദിക്കുന്നവരാരാണ്? ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്നവരാരാണ്? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾ. അവരനുഭവിക്കുന്ന സന്തോഷം എന്താണ്? മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്ത ഉറക്കം അവർക്ക് നഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവർക്കൊക്കെ ലഭിക്കുന്ന ഉറക്കം അവർക്ക് നഷ്ടമാവുകയാണ്. മറ്റുള്ളവർ ശാന്തമായി അവരുടെ പണികളിൽ ഏർപ്പെടുമ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഖുർആൻ ഓതുകയാണ്, രാത്രി നമസ്കരിക്കുകയാണ്, കാലിൽ നീര് കെട്ടി വെറുക്കുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവർക്ക് ലഭിക്കുന്ന ആനന്ദമേതാണ്? ആ ആനന്ദത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. തൻസിലുൽ മലായികതു വജിബ്രീൽ അലൈഹിസ്സലാം ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹുവിന്റെ മാലാകമാരും ജിബ്രീൽ അലൈഹിസ്സലാമും പ്രത്യേകമായി ഇറങ്ങി വരും. എന്നിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? ഹൈസു യുസാഫിഊന വയുസല്ലിമൂന അലാ കുല്ലി അബദ ഖായിമിൻ ഔ ഖാഇദിൻ യദ്കുറുല്ലാഹ തആല. അവർ മുഅ്മിനീങ്ങളായ അല്ലാഹുവിന്റെ അടിമകൾക്ക് മുസാഫഹത്ത് കൊടുക്കാൻ വേണ്ടി വരികയാണ്, കൈ കൊടുക്കാൻ. ആർക്കാ കൈ കൊടുക്കുന്നത്? അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖാഇദിൻ യദ്കുറുല്ലാഹ തആല. അല്ലാഹുവിനോടുള്ള ദിക്റിലായി, അല്ലാഹുവിനുള്ള ഇബാദത്തിലായി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന ആളുകൾ. അത് നിസ്കരിക്കുന്നവരാകാം, ഇഅ്തികാഫിൽ ഇരുന്ന് ഇബാദത്ത് എടുക്കുന്നവരാകാം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്ർ ചൊല്ലുന്നവരാകാം, ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ ഉറക്കെ ഉരുവിടുന്നവരാകാം. അവർക്ക് മലക്കുകൾ വന്ന് കൈ കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ലൈലത്തുൽ ഖദറിലെ മുഅ്മിനിന്റെ സന്തോഷം. ലൈലത്തുൽ ഖദറിന് നമുക്ക് ഭൗതികമായ ആനന്ദങ്ങൾ ലഭിക്കുന്നില്ല. റമദാനിൽ നമുക്ക് ഭൗതികമായ ഒരു ആനന്ദം ലഭിച്ചിട്ടില്ല. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻസാക്കായിരുന്നു, പിടിച്ചു നിൽക്കൽ, എല്ലാ ഭൗതിക ആനന്ദങ്ങളെയും വേണ്ടെന്ന് വെക്കൽ, സന്തോഷങ്ങളെ വേണ്ടെന്ന് വെക്കൽ. ആ സന്തോഷങ്ങളെ വേണ്ടെന്ന് വെച്ച മുഅ്മിനാണ് ഏറ്റവും വലിയ സന്തോഷം. എന്താണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുഅ്മിനിന്റെ ഫിത്രത്തിനെ, അവന്റെ ശുദ്ധ പ്രകൃതത്തെ സംശുദ്ധീകരിച്ചെടുക്കുന്ന ശരീരത്തിന്റെ ആഘോഷങ്ങളെ മാറ്റിവെച്ച് ആത്മാവിന്റെ ആനന്ദങ്ങളെ കുറിച്ച് ഓർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന സമയങ്ങളായിരുന്നു, മാസമായിരുന്നു റമദാൻ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ മലക്കുകൾ ഇറങ്ങി വന്ന് കൈ കൊടുക്കുന്ന നേരത്ത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതിനെ അനുഭവിക്കാൻ കഴിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവരുടെ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാകും, അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ കുലുക്കൽ അനുഭവപ്പെടും, ഒരു കുലുങ്ങൽ. അവർക്ക് എന്തോ ആന്തരികമായി ലഭിച്ച പോലെ ഒരു ആന്തരികമായ ഒരു സുഖം, ഒരു സന്തോഷം അവർക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മലക്കുകൾ വന്ന് കൈ കൊടുക്കുന്ന രാവ്, മലക്കുകൾ വന്ന് കൈകൾ കൊടുത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്ത് അല്ലാഹുവിന്റെ പക്കൽ പോയി രേഖപ്പെടുത്തുന്ന രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ആ ദിവസത്തെ നമ്മുടെ ഇബാദത്തുകളെ ഫലപ്രദമായ വർദ്ധിച്ച അമലുകളായിട്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകളുടെ ആലോചനയിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് റമദാൻ കഴിഞ്ഞാൽ, റമദാനിന്റെ വിട പറയുന്ന നേരത്ത് നമ്മൾ നമ്മുടെ ഫിത്രത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന ആലോചനയാണ്. നമ്മളുടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ വളർത്തലാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ, ഈമാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ സത്യമല്ലെന്ന് വിശ്വസിക്കലാണ്.
കണ്ണുകൊണ്ട് കാണാത്ത ലോകത്തുള്ളതാണ് യാഥാർത്ഥ്യം എന്ന വിശ്വാസമാണ്. അതാണ് ഈമാനിന്റെ കാതൽ. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ലോകം, അത് മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ്. എന്നാൽ മുഅ്മിൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത് എന്തിനെയാണ്? അവന്റെ കണ്ണുകൊണ്ട് കണ്ടതിനെയല്ല, അവനോട് മുൻതിറായ റസൂൽ എന്ന് പറഞ്ഞതിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന വർത്തമാനങ്ങൾ നമുക്കുണ്ട്. ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖബറിലെ ഞെരുക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സിറാത്ത് പാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കഴുത്തറ്റം വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന മഹ്ശറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലത് കരങ്ങളിൽ കിതാബ് നൽകപ്പെടുന്നവർ, ഇടത് കരങ്ങളിൽ നൽകപ്പെടുന്നവർ പറഞ്ഞിട്ടുണ്ട്. നാവിന് സീല് വെക്കപ്പെടുകയും ചുണ്ടുകൾ അടച്ചുകൂട്ടപ്പെടുകയും കൈകാലുകൾ വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകുന്നത് നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാത്ത കാഴ്ചകളാണ്. ആരും നമ്മളോട് പ്രത്യേകമായി കണ്ട വിവരം നമ്മളോട് നേരിട്ട് പറയാത്ത വാർത്തകളുമാണ്. ഇത് പറഞ്ഞത് അദൃശ്യ വിവരങ്ങളെ നമുക്ക് അറിയിച്ചു നൽകിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ കള്ളം പറയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇതൊക്കെ സംഭവിക്കുമെന്നും നമുക്ക് ഉറപ്പാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ധാരണയുണ്ട്. പക്ഷെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകളുടെ അത്ര ഉറപ്പുണ്ടോ? ഇത് പകലാണ് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭാരമുണ്ടല്ലോ കാഴ്ച, അതിന്റെ അത്ര എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഞാൻ ഇത് പകലാണ് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഉറപ്പോടുകൂടി വിശ്വസിക്കേണ്ടതാണ് ഖബറിലെ അദാബിനെ കുറിച്ച്, നാളത്തെ മഹ്ശറിനെ കുറിച്ച്, അർശിന്റെ തണലിനെ കുറിച്ച്, കയ്യിൽ നൽകപ്പെടുന്ന കിതാബുകളെ കുറിച്ച്. നന്മകളും നശിച്ചു പോകാതെ എല്ലാം രേഖപ്പെടുത്തപ്പെട്ട, നമ്മൾ പോലും മറന്നുപോയ തിന്മകൾ, നമ്മൾ പോലും മറന്നുപോയ പാപങ്ങൾ, അതൊക്കെ എഴുതപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ട കിതാബ് അത് നൽകപ്പെടുന്ന ദിവസം, അന്ന് മക്കളെ കൊണ്ട് ഉപകാരമില്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പണം കൊണ്ട് ഉപകാരമില്ല, ഒരു കാര്യവും അവർ ഉപകാരപ്പെടില്ലെന്ന് സ്വന്തം പ്രിയപ്പെട്ടവർ പോലും വേണ്ട എന്ന് മനുഷ്യൻ പറഞ്ഞ് അവരവന്റെ അമലുകളെ കുറിച്ച് മാത്രം വിലപിക്കുന്ന ദിവസം, ആ ദിവസം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഖുർആനിൽ നമ്മൾ ഓതിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഖൽബിൽ ഈമാനായിട്ടുണ്ടോ? ഈമാൻ എന്ന് പറഞ്ഞാൽ 100% ക്രിസ്റ്റൽ ക്ലിയറോടുകൂടിയാണ്. ഈമാനായിട്ടുണ്ടോ? അത് ഈമാനാകുന്ന സ്ഥിതിയിലേക്ക് ദുനിയാവിൽ കാണുന്ന എന്റെ ഈ സൗകര്യങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉറപ്പോടെ എനിക്ക് ആഖിറത്തെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ജീവിതം, ഒരു ഈമാൻ എനിക്കുണ്ടെങ്കിലേ എന്റെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയാറുണ്ട്, കാന മുതവാസിൽ അഹ്സാൻ, എപ്പോഴും അവിടുത്തെ മുഖത്ത് ദുഃഖമായിരുന്നു, ദുഃഖസാന്ദ്രമായ മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണപ്പല്ല് കാണുന്ന പോലെ ചിരിച്ചിട്ടില്ല, പുഞ്ചിരികൾ മാത്രമാണ്. ഈ മുതവാസിൽ അഹ്സാനായി ഒരുപാട് ഭാരങ്ങളെ ദുഃഖങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളെ പോലെ മദീനത്തെ പള്ളിയിൽ നിന്നിറങ്ങി അങ്ങാടിയിലേക്ക് വരുമ്പോഴാണ് കുറച്ചാളുകൾ കൂട്ടം കൂടിയിട്ട് വർത്തമാനം പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടത്. അവരിങ്ങനെ ചിരിക്കുകയാണ്, അവരെന്തൊക്കെയോ കഥകൾ പറഞ്ഞ് രസിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പോയി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെന്നാൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു. ആരോടായി പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ മുഖത്ത് ഇടയ്ക്കിടെ പോയി കാണുന്ന സ്വഹാബികൾ, അവിടുന്ന് മിമ്പറിൽ മിഹ്റാബിൽ നിൽക്കുമ്പോൾ അതിന്റെ പിറകിൽ പോയി നിസ്കരിക്കുന്ന സ്വഹാബികൾ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന സ്വഹാബികൾ, ആ സ്വഹാബികളോടാണ് മുത്തനബി പറയുന്നത്, നിങ്ങൾ ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുമായിരുന്നു. സ്വഹാബികൾ ഏതോ ഒരു നേരത്ത്, സ്വഹാബികൾ അങ്ങനെ ആനന്ദിച്ചവരല്ല, അവർക്ക് സുഖങ്ങളൊന്നും അനുഭവിക്കാനും കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സന്തോഷങ്ങൾ മദീനയിലില്ല, കുറവാണ്. ആകെയുള്ള സന്തോഷങ്ങൾ ഈമാനിന്റെ സന്തോഷങ്ങളാണ്. 10 കൊല്ലത്തെ മദീനാവാസത്തിൽ
പട്ടിണിയുടെ കാലം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഥയിൽ നമ്മൾ കാണുന്നത്. സന്തോഷങ്ങൾ അവിടെയില്ല, നമ്മൾ കണക്കാക്കിയ ഭൗതികമായ ആനന്ദങ്ങൾ അവിടെയില്ല. പക്ഷെ എന്നിട്ട് പോലും ഏതോ ഒരു മിനിറ്റ് നേരത്തേക്ക് പുഞ്ചിരിച്ചവരെ കുറിച്ചാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷുഭിതനായി പറഞ്ഞത്, ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം, നമ്മളുടെ ഒരു ദിവസം, ആ ഒരു ദിവസത്തെ ഏതെങ്കിലും മണിക്കൂർ നമ്മുടെ മുമ്പിലൂടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയിരുന്നെങ്കിൽ നമ്മളോട് എന്ത് പറയുമായിരുന്നു? എത്ര കൊല്ലമായി നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, നമ്മുടെ ഈ കൊല്ലങ്ങൾ, ആ കൊല്ലങ്ങളിൽ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ, നിഅമത്തുകൾ, ആസ്വാദനങ്ങൾ, ആ ആസ്വാദനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ പോകുന്ന നേരത്ത്, സന്തോഷിക്കുന്ന നേരത്ത്, പൊട്ടിച്ചിരിക്കുന്ന നേരത്ത്, തമാശകൾ പറഞ്ഞ് ആനന്ദ നൃത്തത്തിൽ കഴിയുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിരുന്നുവെങ്കിൽ നമ്മളോട് എന്താ പറയുമായിരുന്നത്? നമ്മളോട് ക്ഷോഭിക്കുമായിരുന്നില്ലേ? നമ്മളോട് ക്ഷുഭിതനാകുമായിരുന്നില്ലേ? എപ്പോഴാണ് നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയുണ്ടായത്? എപ്പോഴാണ് നമുക്ക് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തടം കെട്ടി നിന്നത്? അറ്റുപോകാതെ, അലിഞ്ഞു പോകാതെ, വരണ്ടു പോകാതെ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ തടം കെട്ടി നിൽക്കുന്ന ഒരു ഈമാൻ, ആ ഈമാനിലേക്ക് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് എളുപ്പം കിട്ടുന്ന ഒന്നല്ല, അത് പണിയെടുത്ത് കിട്ടുന്ന ഒന്നാണ്. കൊല്ലപ്പണിക്കാരൻ അവന്റെ കയ്യിലുള്ള ഇരുമ്പിനെ പണിയെടുത്ത് അതിനെ മൂശയിലിട്ട് അതിനെ പാകപ്പെടുത്തി ഒഴുപ്പിച്ചെടുത്ത് മനോഹരമായി തിളക്കമുള്ള ഒരു കത്തിയാക്കി മാറ്റുന്ന പോലെ കല്ലുപണിക്കാരൻ അവന്റെ കൊത്തുപണികളിലൂടെ ഒരു പാറക്കല്ലിനെ മനോഹരമായി ശില്പമാക്കി മാറ്റിയെടുക്കുന്ന പോലെ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ശില്പി മനോഹരമായ അധ്വാനത്തിലൂടെ വെയിലുകൊണ്ട് കൈകളിൽ ചളി പുരണ്ട് അതിനെ മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റിയെടുക്കുന്ന പോലെ അധ്വാനമുള്ള ഒരു പണിയാണ് തഹ്ദീബുൻ നഫ്സ്. മനസ്സിനെ ശുദ്ധീകരിക്കൽ. ഇരുമ്പിനേക്കാൾ കാഠിന്യമാണ് ഖൽബ്, ഇരുമ്പിനേക്കാൾ കാഠിന്യം. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഖുത്ബയിൽ നമ്മൾ ഓതിക്കേണ്ടതാണ്, അലം യഖ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നിങ്ങൾക്ക് ഇപ്പോഴും സമയമായില്ലേ? അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടൊന്ന് കരയാൻ സമയമായില്ലേ? ആ ആയത്തിന്റെ തൊട്ട് ശേഷം ഖുർആൻ പറയുന്നുണ്ട്, വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമൽ. നിങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്, ജൂതനസാറാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്തു സംഭവിച്ചു? അല്ലാഹുവിന്റെ വിവരങ്ങൾ അവർക്കെത്തി, അവർക്ക് കിതാബെത്തി, അവർക്ക് അറിയിപ്പുകളെത്തി. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കാഠിന്യമായി പോയി. ആ ഹൃദയത്തിലേക്ക് ഒരു നന്മ പോലും അങ്ങോട്ട് കയറാതെ ഹൃദയം കഠിനമായി പോയി. കാഠിന്യത്തോടുകൂടിയുള്ള ഹൃദയം. അങ്ങനെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇത് പറയുന്നത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണ്? 1500 കൊല്ലം മുമ്പാണ്. ഈ ആയത്തിനെ ഇറങ്ങിയപ്പോൾ സ്വഹാബികൾ ഇതിനെ കേട്ടപ്പോൾ അവർക്കുണ്ടായ ഒരു പേടി, അവർക്കുണ്ടായ ഒരു മാറ്റം. ആ മാറ്റത്തിന്റെ ഒരു ശതമാനം പോലും നമുക്കുണ്ടായോ? ഈ ആയത്ത് കേട്ടിട്ട് എത്ര പേരാണ് തൗബ ചെയ്ത് മടങ്ങിയത്? എത്ര പേരാണ് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോയത്? മഹാനവറുകൾ തിന്മ ചെയ്യാൻ നേരത്ത് ഈ ആയത്താരോ ഓതിയത് കേട്ടപ്പോഴാണ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഇപ്പോഴും സമയമായില്ലേ? ഇപ്പോഴും സമയമായില്ലേ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ടൊന്ന് പേടിക്കാൻ, ഒന്ന് ഖുശൂഇലാകാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ആയത്ത് കേട്ടപ്പോ മോഷണം പതിവാക്കിയിരുന്ന ഹുദൈൽ കച്ചവടക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ ബന്ദികളാക്കി അവരുടെ കയ്യിൽ നിന്ന് പണം കവർന്നെടുത്തിരുന്ന കവർച്ചക്കാരനായ ഹുദൈൽ ഈ ആയത്ത് കേട്ടപ്പോഴാണ് പറഞ്ഞത്, സമയമായി. എവിടുന്നോ കേട്ടതാണ് ഈ ആയത്ത്. ആ ആയത്ത് ഖൽബിൽ തട്ടിയപ്പോഴേക്ക്, ആ ആയത്ത് ഖൽബിൽ പതിച്ചപ്പോഴേക്ക് അവർക്കുണ്ടായ മാറ്റങ്ങൾ പിന്നീട് തൗബയിലാണ്. ആ ഇബ്നു പേര് പരാമർശിക്കപ്പെടാതെ ഒരൊറ്റ സ്ഥാപനവും ദീനീ സ്ഥാപനങ്ങളും ഇന്ന് നടന്നു പോകുന്നില്ല. എല്ലാ ദിവസങ്ങളിലും എന്നപോലെ ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ വായിക്കപ്പെടുകയാണ്. തസവ്വുഫിന്റെ ആധ്യാത്മിക ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിൽ ഇമാമാണ് മാനവകളിലേക്ക് നടത്തിക്കൊണ്ടുപോയത് ഈ ആയത്താണ്.
ഈ ആയത്താണ്. നമ്മൾ എത്ര കേട്ടു ഈ ആയത്ത്, എത്ര നമ്മൾ കേട്ടു. പക്ഷേ ഈ ആയത്ത് കേൾക്കേണ്ടതിനനുസരിച്ച് നമ്മുടെ ഖൽബിലേക്ക് അതൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളുടെ അവസാന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന അവ്വല മാ യുർഫഉ മിനൻ നാസ്, ആളുകളിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്നവരുടെ അമലുകളല്ല, അമലുകൾ ബാക്കിയാകും, അമലുകൾ ഉണ്ടാകും. ഈമാനില്ലാത്ത അമലുകൾ, ഈ ആത്മാവില്ലാത്ത അമലുകൾ ബാക്കിയാകും. ആദ്യം മനുഷ്യരിൽ നിന്ന് ഉയർത്തപ്പെടുന്ന കാര്യം ഏതാണെന്ന് അറിയുമോ? ഒരു മുഅ്മിനിന്റെ ഗുണങ്ങളിൽ നിന്ന്, ഈമാനിന്റെ ഗുണങ്ങളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന അമൽ അൽ ഖുശൂ', അല്ലാഹുവിനെ കുറിച്ചുള്ള ഭക്തിയാണ്, റബ്ബിനെ കുറിച്ചുള്ള ഖുശൂആണ്. ആ ഖുശൂആണ് വിശ്വാസികളിൽ നിന്ന് ആദ്യമായി എടുക്കപ്പെടുന്ന അമലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമലുകൾ കൂടും. ആദ്യകാലത്ത് നിസ്കാരങ്ങൾ കുറവാണ്, പക്ഷെ ഉള്ള നിസ്കാരങ്ങൾ മുഴുവൻ ഖുശൂഉള്ളതാണ്. പിന്നെ പിന്നെ നിസ്കാരങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ ഒരു നിസ്കാരം ഖുശൂഇല്ലാതെയായി മാറുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സനദി മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഒരു കൊല്ലം ഹജ്ജിന് പോയ ഒരു കഥയെ കുറിച്ച്. 6 ലക്ഷം ആളുകൾ ഹജ്ജിന് പങ്കെടുത്തു, പക്ഷെ ഒരാളുടെയും ഹജ്ജ് സ്വീകരിക്കപ്പെട്ടില്ല. ആ കൊല്ലം ഹജ്ജിന് പോകാൻ തീരുമാനിച്ച ഒരു പ്രായമുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോകാൻ തീരുമാനിച്ച പണവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് സഹായം ആവശ്യപ്പെട്ടത്. ആ പണം എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല. അയാൾ കൊടുത്ത സ്വതക്കയുടെ ഫലമായി ഹജ്ജിന് പോയ 6 ലക്ഷം ആളുകളുടെ ഹജ്ജിനെ സ്വീകരിക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലും നമ്മുടെ മേന്മ കൊണ്ടല്ല. നമ്മളെങ്ങാനും നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ, ഈ ഭൂമിയിലുള്ള മനുഷ്യർ, ഈമാനിന്റെ തണലിൽ ജീവിക്കുന്ന മനുഷ്യർ ചെയ്തു കൂട്ടിയ തിന്മകൾ, ആ തിന്മകളെങ്ങാനും ഈ ലോകത്തെ അദാബുകളായിട്ട് വർഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടല്ല അല്ലാഹു ഈ ദുനിയാവിനെ നിലനിർത്തുന്നത്. നമ്മളെ കണ്ടുകൊണ്ട് നിലനിർത്തുകയാണെങ്കിൽ ഈ ദുനിയാവ് എന്നോ അദാബ് കൊണ്ട് മൂടപ്പെടേണ്ട കാലമായില്ലേ? അൽകഹഫിന്റെ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പർവ്വതങ്ങളെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹുവിന്റെ അസ്മാഇകളാണ്. വെള്ളിയാഴ്ചത്തെ സ്വലാത്തിൽ നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ, അല്ലാഹുവിന്റെ ഇസ്മുകളെ കൊണ്ടുള്ള ദിക്റുകൾ, സ്വലാത്ത്. ആ സ്വലാത്തിൽ ഇങ്ങനെ പറഞ്ഞു പർവ്വതങ്ങൾ പിടിച്ചു നിർത്തപ്പെട്ടത് ഈ ആത്മീയമായ പടകൾ കൊണ്ടാണ്, ദിക്റിനെ കൊണ്ട്. ഈ ഭൂമി ഇങ്ങനെ ശാന്തമായി നിൽക്കുന്നത്, ഈ ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെ പതച്ചു പോകുന്നുണ്ട്. നമ്മൾ ഈ വർത്തമാനം പറയുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൽ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ പോയാൽ പതച്ചു പോകുന്ന ഭൂമിയാണ്. ആ ഭൂമിയുടെ മുകളിലാണ് നമ്മൾ ഈ 20 ഡിഗ്രിക്ക് താഴെയുള്ള ശൈത്യത്തെ അനുഭവിക്കുന്നത്. ഈ നിഅമത്തിനെ, ഈ പതച്ചു പോകുന്ന ഭൂമിയെ ആരാണ് ഇങ്ങനെ നിലനിർത്തിയത്? ഒന്ന് വിണ്ടുകീറാതെ നമുക്ക് മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യനെയും ഇതിന്റെ ആകാശരോഗങ്ങളെയും ഒരു തൂടുപോലുമില്ലാതെ സംവിധാനിച്ചവനാരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ഇസ്മുകളെ കൊണ്ടാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്, നമ്മളെ കൊണ്ടല്ല. മനുഷ്യന് ധാരണയുണ്ടാകും അവനെ കൊണ്ടായിരിക്കുന്നത്, ഒരിക്കലും നമ്മളെ കൊണ്ടല്ല. അല്ലാഹു തആല ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് മനുഷ്യരെ മടക്കിക്കൊണ്ടുവരാനാണ് എപ്പോഴും നമ്മളോട് പറയുന്നത്. നിസ്കരിക്കാനെന്നാലും പറയുന്നത് ഇതത് തന്നെയാണ്. നിനക്ക് നീ എന്ന ഒരു തോന്നലുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മൾ എന്ന ഒരു ഭാവമുണ്ട്. അല്ലാഹുവേ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹ്, ഒക്കെ നിനക്കാണ്. ഇതിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അയാളുടെ ഉള്ളിലാണ് നൂറുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഖൽബിൽ പ്രകാശം ഉണ്ടാവുക. ഏതാണ് ഈ പ്രകാശം? എങ്ങനെ അനുഭവിക്കാൻ കഴിയുക? അത് ടെസ്റ്റ് ചെയ്യണം. എനിക്ക് ഈമാനുണ്ടോ ഇല്ലേ, ഞാനാ ടെസ്റ്റ് ചെയ്യേണ്ടത്, വേറെ പറയാൻ കഴിയില്ല. എനിക്ക് തവക്കുലുണ്ടോ, കിബറുണ്ടോ, ഹസദുണ്ടോ, റുജുവുണ്ടോ, നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ അറിയും. എനിക്ക് കിബറുണ്ടാവില്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമുക്ക് കിബറുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ. നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന നിഅമത്ത് മറ്റാർക്കെങ്കിലും കിട്ടിയ നേരത്ത് ഞാൻ അയാളെ പോയി ആത്മാർത്ഥമായി അഭിനന്ദിച്ചിട്ടുണ്ടോ? എനിക്ക് കിട്ടേണ്ട ഒരു കാര്യം, ഒരു കമ്പനിയിലൊക്കെ പ്രൊമോഷൻ കിട്ടുമല്ലോ. അപ്പൊ എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ മറ്റൊരാൾക്ക് കിട്ടിയപ്പോൾ
അയാളെ പോയി ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ കിബറുണ്ട്. ഞാനൊരു ബസ്സിൽ കയറിയപ്പോൾ എനിക്കൊരു സീറ്റ് കിട്ടുന്നു, കാണുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് സീറ്റ്, അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരൻ ഞാൻ തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അതിനെന്റെ മനസ്സ് പാകമായിട്ടുണ്ടോ? എങ്കിൽ കിബർ കുറഞ്ഞു എന്ന് പറയാം. ശുക്രില്ലാത്ത കൽബ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എന്റെ ഉള്ളിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നൂറുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള മാർഗം എന്താണ്? ആ മാർഗത്തെ കുറിച്ച് ഒരു ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്. ആ സ്വഹാബി ഒരിക്കൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, കൈഫ അസ്ബഹത യാ ഹാരിസ, എങ്ങനെയുണ്ട് ഇന്നത്തെ പ്രഭാതം? ഹാരിസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖാ, ഞാൻ 100% മുഅ്മിനാണ് ഇന്ന് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു വാക്കാണ്. അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖാ, 100% ഞാൻ ഒരു മുഅ്മിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപാടെ ചോദിച്ചു, ഫമാ ഹഖീഖതു ഈമാനിക്, ഇത്ര ഉറപ്പോടെ ഈമാൻ 100% ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? എന്താണ് അതിന്റെ തെളിവ്? മഹാനായ ഹാരിസ് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു പറയുന്നു, അസഫ്തു നഫ്സി അനിദ് ദുനിയാ, ഞാൻ എന്റെ ശരീരത്തെ ദുനിയാവുമായിട്ട് വേർപെടുത്തി കളഞ്ഞിട്ടുണ്ട്. ദുനിയാവും നമ്മളും തമ്മിലുള്ള ബന്ധം ഇരുമ്പും കാന്തവും പോലെയാണ്. എത്ര തന്നെ വേർപെട്ടു പോയാലും, നമ്മൾ ദുനിയാവിനോട് മോഹം വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയാലും 1 മണിക്കൂർ കഴിയേണ്ട അതിനുള്ളിൽ നമ്മൾ പറയുന്ന വർത്തമാനത്തിൽ മുഖ്യം ദുനിയാവിനെ കുറിച്ചായിരിക്കും. മനുഷ്യൻ നഫ്സ് അങ്ങനെയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, അസഫ്തു നഫ്സി അനിദ് ദുനിയാ, ഞാൻ വേർപെടുത്തി കളഞ്ഞു. ഒരു കാന്തത്തെ ഇരുമ്പിൽ നിന്ന് വേർപെടുത്തി അകറ്റുന്ന പോലെ അകറ്റി മാറ്റി. ഇപ്പൊ എന്താ സ്ഥിതി? ഫസ്തവാ ഇൻദി, എന്റെ ഉള്ളിൽ ഇപ്പോ സമമാണ്. ഹജറുഹാ വദഹബുഹാ, ഈ ദുനിയാവിൽ കല്ല് കണ്ടാലും അത് അല്ലാഹുവിന്റെ പടപ്പ്, സ്വർണം കണ്ടാലും അത് അല്ലാഹുവിന്റെ പടപ്പ്. അത്ര എനിക്ക് തോന്നും. കല്ല് കണ്ടാൽ പ്രത്യേക വികാരമൊന്നുമില്ല, പൊന്ന് കണ്ടാൽ എനിക്ക് പ്രത്യേക ഒരു വികാരം തോന്നുന്ന സ്ഥിതിയാ നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഞാൻ പൂർണ്ണ ഈമാനിലല്ല. ഇപ്പോൾ എനിക്ക് രണ്ടും സമമാണ്. അള്ളാഹു എനിക്ക് നേരെ കല്ല് തന്നോ ഞാൻ അത് സ്വീകരിക്കും, അള്ളാഹു എനിക്ക് നേരെ പൊന്ന് തന്നോ അതും ഞാൻ സ്വീകരിക്കും. പ്രത്യേക വികാരങ്ങളൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ അള്ളാന്റെ അർശിലേക്ക് ഇങ്ങനെ നോക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്. അർശിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ടെന്ന് കുറിച്ച് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ കാണാം, എനിക്കിപ്പോൾ നരകം കാണാം. ഒരു അമല് കണ്ടാൽ എനിക്ക് സ്വർഗത്തിന്റെ അമലാണെന്ന ബോധ്യമുണ്ട്, നരകം കണ്ടാൽ നരകത്തിന്റെ അമലാണെന്ന ബോധ്യമുണ്ട്. അത് എന്താ ആദ്യം ചെയ്തത്? ആദ്യം ചെയ്ത പണി എന്താ? ദുനിയാവിലെ പൊന്നും കല്ലും ഒരുപോലെ അനുഭവപ്പെട്ടു എന്നാണ്. ഇത് പറഞ്ഞപ്പോ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്, അറഫ്ത ഫൈസം, ഹാരിസ നീയാണ് കാര്യം മനസ്സിലാക്കിയവൻ, അനക്കാപ്പോ വിവരമുള്ളത്. ഇതാണ് വിവരം, ബാക്കിയുള്ളതൊന്നും വിവരമല്ല. ഇതിനെ കുറിച്ചാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇതാണ് ജ്ഞാനം, നിനക്ക് ആ ജ്ഞാനമുണ്ട്, ഫൽസം, അത് വിടാതെ മുറുകെ പിടിച്ചോ. എന്നിട്ട് അവസാനം പറഞ്ഞ ഒരു വാക്കാണ്, ഈ ഹാരിസ ഒരു അടിമയാണ്, അദ്ദേഹത്തിന്റെ കൽബിനെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചിരിക്കുന്നു, നൂറ് കൊണ്ട് വെളിച്ചം കൊടുത്തിരിക്കുന്നു. കൽബിന് 100 കൊണ്ട് വെളിച്ചം കിട്ടണമെങ്കിൽ അവൻ ദുനിയാവിൽ നിന്ന് നഫ്സിനെ വേർപ്പെടുത്തി കളയണമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് മുഅ്മിനീങ്ങൾ റമദാനിൽ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത എന്താണ്? അമലുകൾ നിർവഹിക്കുവാനുള്ള സ്വഭാവം ഉണ്ടാകണം. നമുക്കെല്ലാം നമുക്കുണ്ട്, എല്ലാ നിഅമത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മുഅ്മിനീങ്ങൾക്ക് നഷ്ടമാകുന്ന, ഇല്ലെങ്കിൽ നിലനിർത്തുവാൻ പ്രയാസമുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്വബറാണ്, ക്ഷമ. ഒരാൾ നമ്മെ ചീത്ത പറയുമ്പോൾ ക്ഷമിക്കലല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി, അല്ലാഹുവിന് വേണ്ടി ത്വാഅത്ത് ചെയ്യാനുള്ള ക്ഷമയുണ്ടാകണം. ക്ഷമയുണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ എന്നാണ്. ക്ഷമയുണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. ഏതൊരു ഇബാദത്തിന്റെ ഉള്ളിലേക്ക് കടന്നാലും അവിടെ 3 ക്ഷമകൾ വേണമെന്നാണ്. സുബ്റുൻ ഖബല അദാഇഹാ,
അത് നിർവഹിക്കുന്നതിന്റെ മുമ്പ് ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിലേ അതിനെ കൊതിയോടെ കാത്തിരിക്കാൻ കഴിയും. ബാങ്ക് വിളിക്കണ നേരത്തെ നമുക്ക് നിസ്കാരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു ക്ഷമ, അതെന്താ നിസ്കാരത്തിലേക്കുള്ള ക്ഷമ? ഇതാ ഇന്നത്തെ ദുഹുറിന്റെ ജമാഅത്തിലേക്ക് പങ്കെടുക്കാൻ ഞാൻ പോകുമെന്ന് എന്റെ ഖൽബ് കൊണ്ട് പറയുന്ന, ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഒരു നിയ്യത്ത്. ആ നിയ്യത്തിന് സ്വബർ വേണം. ഉള്ളിൽ ക്ഷമയുണ്ടെങ്കിൽ അത് കഴിയും. എന്തിനെ ക്ഷമിക്കേണ്ട? ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഫ്സിനെ പിടിച്ചു വെക്കല്. എന്റെ ശരീരം പറയുന്നു, നീ ആ പണിക്ക് പോയിക്കോ, ഈ പണിക്ക് പോയിക്കോ, ഇത് കണ്ടോ, ഇത് വർത്താനം പറഞ്ഞോ, ഇങ്ങനെ കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ഈ നഫ്സിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് നിസ്കാരത്തിലേക്ക് നിയ്യത്ത് വെപ്പിക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമയില്ലാത്ത അവരിന്റെ പ്രത്യേകത എന്താ? നഫ്സ് പറയുന്ന നേരത്ത് പോയിട്ട് നിസ്കരിക്കും. അതാ ആ നിസ്കാരം തന്നെയാണ്. അതാ ആ നിസ്കാരമാണ്. ദുഹർ ബാങ്ക് കൊടുത്തു, അസറിന് 3:30 മണിക്കാണ്. സമിഷ്ടം പോലെ ഉണ്ട് എമ്പാടും. അതിനിടയിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി. 2 തരം നിസ്കാരങ്ങൾ ഉണ്ടാകും. ഒന്ന് ക്ഷമയോടുകൂടി അതേ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം, മറ്റെല്ലാം മാറ്റിവെച്ചിട്ട്. രണ്ടാമത്തെ നിസ്കാരം എന്താണ്? അത് സ്വബർ ഉണ്ടാവൂല. ശരീരം ഇങ്ങനെ പറയും, പോയി കുളിക്കൂ, അപ്പൊ കുളിക്കൂ, ഉറങ്ങൂ, ഉറങ്ങൂ, ഭക്ഷണം കഴിക്കൂ, കഴിക്കൂ, ഒന്ന് ഫോൺ വിളിച്ച് വർത്താനം പറയൂ. എല്ലാം കഴിഞ്ഞ നേരത്തെ ഇനിയിപ്പോ എന്താ പണി? ഇനി പണിയൊന്നുമില്ല, എന്നാ പോയി 2 റക്അത്ത് നിസ്കരിക്കൂ. അത് അതായ നിസ്കാരമാണ്. പക്ഷെ അത് സ്വബറോടുകൂടിയുള്ള നിസ്കാരമല്ല. ജമാഅത്തിൽ പങ്കെടുക്കണമെങ്കിൽ സ്വബർ വേണം. സുന്നത്തതിന്റെ മുമ്പ് നിർവഹിക്കണമെങ്കിൽ സ്വബർ വേണം. അത് 2 റക്അത്ത് സുന്നത്തിന്റെ പകരം 4 ആക്കണമെങ്കിലും സ്വബർ വേണം. എളുപ്പമില്ല. ഈ സ്വബർ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകണം അമലിന്റെ മുമ്പ്. രണ്ടാമത്തെ സ്വബർ എപ്പോഴാണ്? സ്വബറുൻ അസ്നാഇഹാ. നിസ്കാരത്തെ ഏതൊരു അമലാണെങ്കിലും ആ അമലിനെ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ സ്വബർ ഉണ്ടാകണം, ക്ഷമയുണ്ടാകണം. അതൊരാൾക്ക് ഞാൻ കൈ കൊടുക്കുന്നത് മുതൽ, ഭക്ഷണം കഴിക്കുന്നത് മുതൽ, ഖുർആൻ ഓതുന്നത് മുതൽ, നിസ്കരിക്കുന്നത് വരെ ഈ ക്ഷമയുണ്ടാകണം. എങ്ങനെ ക്ഷമയോടെ ഖുർആൻ ഓതൽ? ക്ഷമയോടെ ഖുർആൻ ഓതൽ ഖുർആനിന്റെ പേജിന്റെ എണ്ണം നോക്കാതെ തജ്വീദിന്റെ നിയമം അനുസരിച്ച് കൊണ്ടുപോകൽ. പേജിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജുസ് ഓതാൻ 20 മിനിറ്റ് മതിയാകും. പക്ഷെ ഇത്ഖാനോടെ ഓതണമെങ്കിൽ, തദബ്ബുറോടെ, ആലോചനയോടെ ഓതണമെങ്കിൽ, അത് തജ്വീദിന്റെ നിയമപ്രകാരം ഓതണമെങ്കിൽ സമയം അത് മതിയാകില്ല, കൂടുതൽ വേണ്ടി വരും. അതാണ് സ്വബർ. നിസ്കാരത്തിലേക്കുള്ള സ്വബർ എങ്ങനെയാണ്? നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ ക്ഷമയുണ്ടാകണം. അതെങ്ങനെ? ആ നിസ്കാരത്തിന്റെ എല്ലാ സുന്നത്തുകളെയും പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ടുള്ള നിസ്കാരം. അത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു സ്വബർ ഉണ്ടാകണമെന്നാണ്. നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള സ്വബർ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകില്ല. അല്ലാഹുവിനോട് അവർ ഇബാദത്ത് ചെയ്യുന്ന വേളയിൽ അവർക്ക് എപ്പോഴും സ്വബർ ഉണ്ടാകണമെന്ന് ഖുർആൻ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഫഅബ്ദുഹു, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയായി വിധേയപ്പെടണം. വസ്തബിർ ലിഇബാദതിഹി, ആ ഇബാദത്തിന് വേണ്ടി നിങ്ങൾ ക്ഷമാശീലരാവുകയും വേണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, സ്വഹാബികൾ, ആരിഫീങ്ങളായ ആളുകളൊക്കെ അവർ അമലുകൾക്ക് വേണ്ടി നഫ്സിനെ പരിശീലിപ്പിച്ചെടുത്തവരായിരുന്നു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ താബിഈ പണ്ഡിതനുണ്ട്. സയ്യിദു താബിഈകളിൽപ്പെട്ടവരാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ 40 കൊല്ലം എന്റെ ജീവിതം എനിക്ക് ഓർമ്മയുണ്ട്. ആ 40 കൊല്ലവും ഈ 40 കൊല്ലത്തിലെ 30 കൊല്ലവും മുഅദ്ദിന് ഏത് ജമാഅത്ത് വഖത്തിന്റെ ബാങ്ക് വിളിക്കുന്ന നേരത്തും ആ 30 കൊല്ലവും ഞാൻ പള്ളിയിലുണ്ടായിരുന്നു. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇത് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇത് സ്ഥിരതയോടുകൂടി ചെയ്യുന്ന ഒരു പതിവിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് റമദാൻ എനിക്ക് ഫലമായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. റമദാനിൽ നമുക്ക് ശീലമായ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ റമദാനിന്റെ ശേഷവും നിലനിർത്തുവാൻ കഴിയുമ്പോൾ റമദാൻ അയാൾക്ക് വിജയകരമായിട്ടുണ്ട് എന്ന അനുഭവമാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒക്കെ ഇവരുടെ പ്രത്യേകത നമ്മുടെ ആരിഫീങ്ങളുടെ കഥകളിലൊക്കെ കാണുന്ന ഒരു കാര്യം, റമദാനിന്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ അവരുടെ പള്ള ഭൂമിയിൽ തട്ടാറുണ്ടായിരുന്നില്ല എന്ന് നിരവധി ആരിഫീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പള്ള ഭൂമി എന്ന് പറയുന്ന അർത്ഥം എന്താ? റമദാന്റെ അവസാന 10 അവർ ബോധപൂർവം ഉറങ്ങാറുണ്ടായിരുന്നില്ല. അറിയാതെ ചാരി ഇരുന്ന് ഉറങ്ങിയാൽ ഉറങ്ങിപ്പോയി. റബ്ബിനോട് ഇങ്ങനെ ചോദിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവസാന 10 ഏത് ഇബാദത്താ കൂടുതലാക്കേണ്ടത്?
ഒറ്റ കാര്യം പറഞ്ഞത്. നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അതിലെല്ലാം ഉണ്ട്, അല്ലാഹുവേ നീയാണ് അഫ്വ് കൊടുക്കുന്നവൻ, ഞാൻ അഫ്വ് വേണ്ടവനാണ്. എത്ര പാപാ ചെയ്തത്. തുഹിബ്ബുൽ അഫ്വ, നിനക്കത് കൊടുക്കൽ ഇഷ്ടവുമാണ്. ഫഅഫു അന്നീ, അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറയുമ്പോ കണ്ണിന് വരണം ചെയ്തു പോയ പാപങ്ങൾ. അല്ലാഹുവേ മാപ്പ് നൽകണേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന രാത്രികളിലെ അവിടുത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ അവരുടെ നെഞ്ചിൽ നിന്ന് നെഞ്ചിങ്ങനെ പിടക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു സ്വഹാബികൾ എന്നാണ്. അനീൻ അനീൻ എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചാൽ വെള്ളം തിളക്കുന്ന നേരത്തൊരു ശബ്ദം നമ്മൾ ഇങ്ങനെ കേൾക്കൂലേ, അതുപോലത്തെ ശബ്ദം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് വരാറുണ്ടായിരുന്നു. ആ പദവിക്ക് എത്രയോ വലുതാണ്. അള്ളാഹു അതിന്റെ അരികിലേക്കെങ്കിലും എത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ വഫാത്തിന്റെ സമയത്ത്, പ്രായമായ സമയം, മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. ഒരു സഹോദരിയാണ്. അപ്പൊ മഹാനവറുകളുടെ ഭാര്യയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പുല്ലിന്റെ പായയുണ്ട്. ആ പായ ഇങ്ങനെ നനഞ്ഞു പോയിട്ടുണ്ട്. നനഞ്ഞു പോയപ്പോ ഈ വന്ന സ്ത്രീ ചോദിച്ചത്രേ, കുട്ടികൾ ആരെങ്കിലും മൂത്രമൊഴിച്ചതാവൂല്ലേ ചോദിച്ചത്ര രാവിലെ. അപ്പോൾ ഔസാഇ ഇമാമിന്റെ ഭാര്യ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ബൽ ഹുവ അസറു ദുറൂഇ ശൈഖ് ഫീ സുജൂദിഹി. രാത്രി പാതിരാ സമയത്ത് സുജൂദിൽ കിടന്നിട്ട് ഔസാഇ ഇമാം അല്ലാഹുവിനോട് കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തതിന്റെ അസറാണ് ഈ കാണുന്നത്. ഹകദാ യുസ്ബിഹു കുല്ല യൗം, എല്ലാ ദിവസവും പ്രഭാതമായാൽ ഔസാഇ ഇമാമിന്റെ പുല്ലുപായി ഇങ്ങനെയാണ്. അത് എപ്പോഴും നനഞ്ഞുകൊണ്ടാണ്, എപ്പോഴും അത് നനഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് ജീവിതം നയിച്ചിരുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എപ്പോഴെങ്കിലും ഒരാൾക്ക് അയാൾ ചെയ്തു കൂട്ടിയ അമലുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് അല്ലാഹുവിനോട് വിലപിച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് ഭൂമിയിലേക്ക് വീണാൽ ആ ശരീരത്തെ അല്ലാഹു നരകത്തെ തൊട്ട് ഹറാമാക്കും. ഒറ്റ തുള്ളി കണ്ണീര് വീഴുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അത്രമേൽ ഹൃദയം റബ്ബിനോട് വിധേയപ്പെട്ട് മാപ്പ് പറഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഞാൻ ശുദ്ധിയായി, എന്റെ ഉള്ളിൽ നിന്നൊരു ഭാരം ഇറങ്ങിപ്പോയി എന്ന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രതീതി ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ റമദാനിനോട് വിട പറയുമ്പോഴല്ലേ റമദാൻ നമുക്ക് അനുഭവമായി എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഒരാൾക്ക് റമദാനിന്റെ രാത്രികളിൽ ആരും അറിയാതെ നേരത്ത് വീട്ടിലെ ഇരുട്ടിൽ നമ്മൾ വിരിച്ചു വെച്ച മുസല്ലയിൽ ഇരുന്ന് വിടുമ്പി കരഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് എല്ലാം കഴുകിക്കളഞ്ഞ് റമദാനിനെ യാത്രയാക്കണ നേരത്ത്, ആ റമദാൻ പോകുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ടാകും, ഒരു കരച്ചിലുണ്ടാകും. അള്ളാഹു അങ്ങനെയുള്ള ഒരു അനുഭൂതിയെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ പെരുന്നാളും ജുമുഅയും കൂടിയായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത്, പെരുന്നാൾ മാസപ്പിറവി പെരുന്നാൾ വെള്ളിയാഴ്ചയാണെങ്കിൽ അന്ന് പെരുന്നാൾ നിസ്കാരം മതി, ജുമുഅ വേണ്ടതില്ല എന്ന ചില പ്രചാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആളുകളുടെ ഇബാദത്തിനെ നശിപ്പിക്കാനുള്ള ഏർപ്പാടാണ്. അതിനായി ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെയൊക്കെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ്. ജുമുഅ നിസ്കാരം ഫർളാണ്, ഫർള് ഐനാണ്. ഓരോരുത്തർക്കും നിർബന്ധമായി പങ്കെടുക്കൽ ബാധ്യതയുള്ളതാണ് പെരുന്നാൾ നിസ്കാരം. സുന്നത്ത് മുഅക്കദായ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു എന്നതുകൊണ്ട് നിർബന്ധ ബാധ്യതയാകുന്ന പെരുന്നാൾ നിസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്നില്ല, നമുക്ക് ജുമുഅ നിസ്കാരം നമുക്ക് ഒഴിവാകുന്നില്ല, ഒഴിവാക്കാൻ പാടില്ല, തെറ്റാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ആളുകളോട് പെരുന്നാളിന്റെ അന്ന് വന്നിട്ട് പറഞ്ഞല്ലോ, ഇന്ന് 2 ജുമുഅയുണ്ട്, അതുകൊണ്ട് പെരുന്നാൾ ജുമുഅയിൽ പങ്കെടുത്തവരെങ്കിൽ പോയിക്കൊള്ളുക, നിങ്ങൾക്ക് രണ്ടാമത്തെ ജുമുഅയിൽ പങ്കെടുക്കണ്ട എന്ന് ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ആ സന്ദർഭത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളിയിലേക്ക് ജുമുഅക്ക് വന്നിരുന്നവർ ആരൊക്കെയാണ്? ജുമുഅക്ക് വന്നിരുന്നവർ മദീന നിവാസികളായ ആളുകൾ ജുമുഅക്ക് വരും. എന്നാൽ 10-12 കിലോമീറ്റർ അപ്പുറത്ത് മദീനയുടെ ഉയർന്ന ഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകൾ ജുമുഅക്ക് വരും. അവരുടെ നാട്ടിൽ ജുമുഅ നടത്തൽ അവർക്ക് നിർബന്ധമില്ല, പക്ഷെ ബാങ്ക് കേട്ടാൽ അവർക്ക് ജുമുഅക്ക് വരൽ നിർബന്ധമാണ്.
അങ്ങനെയുള്ള ആളുകൾ 10-12 കിലോമീറ്റർ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരും. അപ്പം മദീന നിവാസികളായ ആളുകൾക്ക് ജുമുഅ നിർബന്ധമാണ്. അവരാണ് ജുമുഅ നടത്തേണ്ടത്, ജുമുഅ നിർത്തേണ്ടത് അവരാണ്. എന്നാൽ അകലെയുള്ള ആളുകൾക്ക് ബാങ്ക് കേട്ടാൽ ജുമുഅക്ക് വരാൻ ബാധ്യതയുള്ളവരാണ്. ആ ബാങ്ക് കേട്ടാൽ ജുമുഅക്ക് വരേണ്ട ആളുകൾക്ക് തന്നെ അവർക്ക് വരാൻ എന്തെങ്കിലും മശക്കത്തോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ജുമുഅ അവർക്ക് നിർബന്ധമില്ല. ആ നാട്ടിൽ ജുമുഅ നിർബന്ധമില്ല, ബാങ്ക് കേട്ടാൽ വരണം. അങ്ങനെയുള്ള ആളുകൾ മദീന പള്ളിയിൽ ജുമുഅക്ക് പെരുന്നാളിന്റെ അന്ന് വന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ജുമുഅയിൽ പങ്കെടുത്തുകൊണ്ട് പെരുന്നാളിന്റെ നിസ്കാരം കഴിഞ്ഞ് ഇനി അടുത്ത ജുമുഅക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോയിട്ട് വരാനുള്ള സമയമില്ല. പിന്നെ പോയിട്ട് അത്രയും ദൂരം പോയി മടങ്ങി വരവർക്ക് മശക്കത്താണ്. മശക്കത്തുള്ളവർക്ക് ജുമുഅ നിർബന്ധമില്ല. അതുകൊണ്ട് അത്തരക്കാരായ ആളുകൾ രണ്ടാമത്തെ ജുമുഅയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അവരോട് പറഞ്ഞതാണ്. അതാണ് ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാം, ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅതി എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു, വ ഇന്നാ മുജ്മിഊൻ, ഞങ്ങൾ ഇവിടെ ജുമുഅ നടത്തുന്നുണ്ട്. ആരെ? ഞങ്ങൾ മദീന നിവാസികൾ. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലെ മാലിക് ഇമാമിനെ പോലെയൊക്കെയുള്ള പണ്ഡിതന്മാർ ഇത് കർശനമായി പറഞ്ഞത്. അത് മാത്രമല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സമാനമായ സംഭവം ഉണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൃത്യമായി അന്ന് വന്ന ആളുകളോട്, വെള്ളിയാഴ്ച പെരുന്നാളായി, ആ പെരുന്നാളിന്റെ വന്ന ആളുകളോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് 2 പെരുന്നാളാണ്, ഒന്ന് ജുമുഅയും ഒന്ന് പെരുന്നാളും. അതുകൊണ്ട് ഫമൻ അഹബ്ബ മിൻ അഹ്ലിൽ ആലിയതി, ഉസ്മാൻ റളിയല്ലാഹു പറയാൻ, വിദൂര ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ആർക്കെങ്കിലും അവർക്ക് പോകണമെങ്കിൽ, ജുമുഅയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കാത്തിരിക്കണമെങ്കിൽ അവർക്ക് ഇരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പോകാം. ഇതാർക്ക് മാത്രം ബാധകമാണ്? അഹ്ലുൽ ആലിയത്ത്, വിദൂരത്ത് നിന്ന് വന്ന ആളുകൾക്ക്. അപ്പൊ ജുമുഅയ്ക്ക് രണ്ട് ജുമുഅയുടെ നിർബന്ധം എന്ന് പറഞ്ഞാൽ 2 നിർബന്ധമാണ്. ഒന്ന് ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്, ഒന്ന്. മറ്റൊന്ന് ജുമുഅ നടത്തൽ നിർബന്ധമാണ്. ഇപ്പൊ മുസ്ലിമീങ്ങൾ 40 ആളുകളുടെ പ്രദേശം ജുമുഅ നടത്തലും നിർബന്ധമാണ്, പങ്കെടുക്കലും നിർബന്ധമാണ്. നടത്തൽ നിർബന്ധമില്ലാതെ പങ്കെടുക്കൽ മാത്രം നിർബന്ധമുണ്ടായിരുന്ന ദൂരെയുള്ള ആളുകളോട് അവർക്ക് കൊടുത്ത ഇളവാണ് ഈ പറഞ്ഞത്. ആ ഇളവിനെ ദുരുപയോഗപ്പെടുത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ദീന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് ജനങ്ങളുടെ ഇബാദത്തിനെ ഫസാദാക്കലാണ്. അതുകൊണ്ട് ആരും അത്തരം തെറ്റിദ്ധാരണകളിൽ വഞ്ചിതരാകരുത്. പെരുന്നാളിന്റെ അന്ന്, പെരുന്നാളിന്റെ ജുമുഅ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും ഫർദു ഐനായ ബാധ്യതയായിട്ടുള്ള ജുമുഅ നിസ്കാരം നിർവഹിക്കാൻ തന്നെ വരണം. ആ കാര്യത്തിൽ ഈ റമളാൻ മാസത്തിൽ വെറുതെ നമ്മുടെ ഇബാദത്തുകളെ നഷ്ടപ്പെടുന്ന ചർച്ചകളുടെ ഭാഗമാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരും ഒക്കെ കർശനമായി അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള, അതൊക്കെ നേരത്തെ ചർച്ച, കേരളത്തിൽ ഒരുപാട് പെരുന്നാൾ ഇങ്ങനെ കഴിഞ്ഞതാണ്. പണ്ട് ഇതൊക്കെ ഇന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുന്ന ആളുകൾ, അവർ ഇന്ന് ഓതുന്ന ഹദീസുകളൊക്കെ ദഈഫാണ് എന്ന് ഇവരുടെയൊക്കെ പഴയ നേതാക്കന്മാർ എഴുതിയ പുസ്തകങ്ങൾ വരെ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനെ ഈ 10 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ ദീന് മാറ്റി കൊടുക്കുന്ന ഒരു പരിപാടി ആളുകളുടെ ദീനിനെ നശിപ്പിക്കലാണ്. അപ്പൊ റമളാൻ മാസത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്നൊക്കെ നമ്മൾ പരമാവധി വിട്ടുനിൽക്കുക. അവസാന സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണം റഹ്മാനെ. കുറവുകൾ, പോരായ്മകൾ ഞങ്ങളിൽ നിന്ന് പരിഹരിക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിനങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കൂടുതൽ അമലുകളോ ഇബാദത്തുകളോ ഒന്നും ഞങ്ങൾക്ക് റമളാനിനോട് അർഹിക്കുന്ന രീതിയിൽ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. ചെയ്തതും സ്വീകരിക്കപ്പെടുമോ എന്ന് ഉറപ്പില്ല. നിന്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് പരിശുദ്ധ റമളാനെ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. ലൈലത്തുൽ ഖദറിന്റെ അനുഭൂതിയെ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ ഇവിടെ പറഞ്ഞു പോകുന്ന നേരത്ത് അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്ന റമളാന് പൊരുത്തപ്പെടുന്ന രീതിയിൽ അത് വിടയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമളാൻ ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ല റഹ്മാനെ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, തൗബ ചെയ്ത് നസൂഹായ തൗബ ചെയ്ത റമളാനിനെ വിട പറയാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. വിശേഷപ്പെട്ട രാവുകൾ ഞങ്ങൾക്ക് ഇനി ബാക്കിയാകുമ്പോൾ ആ രാവുകളിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ, ദിക്ർ ചൊല്ലാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ ഞങ്ങൾക്ക് ആനന്ദകരമാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും റമളാൻ എന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്.
സുഅദാക്കളിൽ പെടുത്തണേ അല്ലാഹ്, അഷ്ഖിയായിൽ പെടുത്തല്ല റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير وارحمنا بأنواع رحمتك يا أرحم الراحمين. ഇൻഷാ അല്ലാഹ് 27-ാം രാവിന്റെ അന്ന് തറാവീഹ് നിസ്കാരത്തിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ച് വന്നൊരു 12 മണി മുതൽ നമുക്ക് തസ്ബീഹ് നിസ്കാരവും തൗബയുടെ മജ്ലിസും ഇസ്തിഗ്ഫാറിന്റെ മജ്ലിസും ഒക്കെ സംഘടിപ്പിച്ച് ഒരു അത്താഴ സമയം വരെ ഇവിടെ ചെലവഴിക്കുന്ന രീതിയിൽ എഴുത്തിക്കാഫിലായിട്ട് നമുക്ക് ചെലവഴിക്കണം. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ പരമാവധി വരണം. അല്ലാത്ത ദിവസങ്ങളിലും അതിന് നമ്മുടെ പള്ളിയിൽ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എഴുത്തിക്കാഫിൽ വന്ന് ഇരുന്ന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും അമലുകളെയും സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن